അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, അതിൻ്റെ 2ാം പാർട്ടാണിത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി സ്ത്രീ മുന്നേറ്റങ്ങൾ തൊട്ടാണ് പറയാനുള്ളത്. സ്ത്രീ മുന്നേറ്റങ്ങൾ. ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അതിക്രമം, പുരുഷ മേധാവിത്വം ഇവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം സ്ത്രീ മുന്നേറ്റങ്ങൾ, ഇപ്പോൾ ഗാർഹിക പീഡനവും ഇതുമൊക്കെ ഭയങ്കര കൂടുതലാണ്, എല്ലാവർക്കും അറിയാലോ. എങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാലും. അപ്പം ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നിലകൊള്ളുന്ന സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളെയാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ചില സ്ത്രീ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. ആദ്യത്തേതാണ് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, അതായത് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ചാരായ വിരുദ്ധ പ്രസ്ഥാനം 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. എന്നാണ് വരുന്നത് 1990 നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. എവിടെയാണ് വന്നത്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ. അപ്പോൾ നിലവിൽ വന്നത് 1990കളിൽ എവിടെയാ? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരിയുടെ വ്യാപകമായി ഉപയോഗം സമൂഹത്തിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാകുകയും ചെയ്തു. ചാരായം ഗ്രാമത്തിൻ്റെ സാമ്പത്തിക അടിത്തറകൾക്കുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം, പൊതു ഇടങ്ങളിലെ അക്രമങ്ങളിൽ, ലിംഗവിവേചനം തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭങ്ങളായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ആദ്യത്തെ സ്ത്രീ മുന്നേറ്റം ഇത് വരുന്നത്. അതേതായിരുന്നു? ചാരായ വിരുദ്ധ പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് പേജ് വായിക്കാം. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരിയുടെ വ്യാപകമായ ഉപയോഗം സമൂഹത്തിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാക്കുകയും ചെയ്തു. ഇത് ഗ്രാമത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം, പൊതു ഇടങ്ങളിലെ അതിക്രമങ്ങൾ, ലിംഗവിവേചനം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭമായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ചാരായ വിരുദ്ധ സമരം ഹൈദരാബാദിൽ 1992 നടന്നതിൻ്റെ പിക്ചറാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ സഹായിച്ചു. അടുത്തതാണ് നിർഭയ പ്രസ്ഥാനം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ് നിർഭയ പ്രസ്ഥാനം.
2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിനിരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്കിടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമനടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ. നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നവ 2 നിയമങ്ങളാണ്. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 നിർഭയ നിയമം. ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിവേഗ കോടതികളാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്സ്. അപ്പം സ്ത്രീകൾക്കെതിരായി അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹി ഈ നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലുണ്ടായതാണ്. ഇതിനെ തുടർന്ന് നിലവിൽ വന്ന നിയമമാണ് ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 നിർഭയ നിയമം. ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിവേഗ കോടതികളാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്സ്. അപ്പോൾ പേജ് വായിക്കാം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിനിരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്കിടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 നിർഭയ നിയമം. ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അതിവേഗ കോടതികൾ ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നവയാണ്. ടീച്ചർ, ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ലഹരി വലിയൊരു വിപത്താണ്. കാഴ്ച, കേൾവി വൈകല്യങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മ, ദുർഗന്ധമുള്ള ശ്വാസം, മന്ദത തുടങ്ങിയവ ലഹരിയുടെ ഹ്രസ്വകാല ഫലങ്ങളാണ്. കൂടാതെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അനാരോഗ്യം, പ്രതിരോധശേഷിക്കുറവ് തുടങ്ങിയ ദീർഘകാല ഫലങ്ങളും ലഹരി ഉണ്ടാത്തിലേക്ക് നയിക്കും. സുരക്ഷിതയില്ലാത്ത ലഹരി ഉപയോഗം എയ്ഡ്സ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തുടങ്ങിയവയ്ക്കും കാരണമാകും. ഇതൊരു ചാർട്ടാണ്. ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തതായിരുന്നു ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ലഹരി ഉപയോഗം ഇന്നത്തെ സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക. ഇനി അടുത്തതാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റം. അപ്പം ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ അതിനു വേണ്ടിയിട്ട് ആദ്യം നിലവിൽ വന്നത് ദളിത് പ്രസ്ഥാനങ്ങളായിരുന്നു. രണ്ടാമത് സ്ത്രീ മുന്നേറ്റങ്ങളാണ്. ഇപ്പം മൂന്നാമത്തതാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റം. അത് നമുക്ക് പേജ് വായിക്കാം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിരവധി മുന്നേറ്റങ്ങളായിട്ടുണ്ട്. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിച്ചു. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കപ്പെട്ടത്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ
ന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നിയമ പോരാട്ടങ്ങളും പ്രത്യക്ഷ സമരങ്ങളും അരങ്ങേറിയത്. കടലോര പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളാണ് NFFന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം ശക്തമാക്കിയത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാബോധം ഉണർന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വഹിക്കാൻ സഹായകമായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹം ഏതാണ്? ഇന്ത്യയാണ്. കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളായി വസിക്കുന്നവരാണ് നമ്മുടെ ഇവിടെ ഉള്ളവർ. അപ്പം മത്സ്യബന്ധന തൊഴിലാളികളുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് ഈ മുന്നേറ്റങ്ങൾ നിരവധി വരുന്നുള്ളത്. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധനത്തെയും ബാധിച്ചു. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. അങ്ങനെ നിലവിൽ വന്നതാണ് ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, NFF എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത്. ഇവിടെ കാണിച്ചേക്കുന്ന ലോഗോ അവരുടെയാണ്, നാഷണൽ ഫിഷറീസ് ഫോറത്തിൻ്റെ. അപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനമായി അനുവദിക്കപ്പെട്ടത് വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് കൈകാര്യം ചെയ്യുന്നതിനായി അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അടിയായത്. അപ്പോൾ കടലോര പരിസ്ഥിതി സംരക്ഷണവും സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് NFFന്റെ തുടക്കം. ഇനി അടുത്തതാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും അതുമൂലമുണ്ടാക്കുന്ന സാമൂഹിക നീതി നിഷേധത്തിനും എതിരായിട്ടാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ്, അതായത് അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്നത് പരിസ്ഥിതിക്ക് അതെന്തെങ്കിലും ദോഷം വരുത്തുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജലസേചന പ്രസ്ഥാനങ്ങൾ, വ്യവസായങ്ങൾക്കുള്ള ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും സംബോധന ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയ രൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചു. അപ്പം പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പലതൊട്ടോ, മെയിനായിട്ട് 3 നമുക്കത് വിശദമായിട്ട് പരിചയപ്പെടാം. അതിന് മുന്നേ പേജ് വായിക്കാം. അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന സാമൂഹിക നീതി നിഷേധത്തിനും എതിരായിട്ടാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും സംബോധന ചെയ്യുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവവൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയം, പാരിസ്ഥിതിക അവബോധം, സുസ്ഥിര വികസനം അങ്ങനെ നിരവധി വിഷയങ്ങളാൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തു. തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്കു മേലുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി നിലകൊണ്ടു. സ്ത്രീ പങ്കാളിത്തവും നേരിട്ടും വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്നതായിരുന്നു അവരുടെ സമരരീതി. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത്. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തായിരുന്നു ഇവരുടെ
സമരം തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്ക് മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഇത് നിലകൊണ്ടത്. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും ഉണ്ടായിരുന്നു. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്നതായിരുന്നു ഇവരുടെ സമരനീതി. അടുത്തതായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇതിന് നേതൃത്വം കൊടുത്തത് മേധാ പട്കർ ആയിരുന്നു. മേധാ പട്കർ നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായി രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരെ രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായി നിലകൊണ്ടു. എന്തൊക്കെയായിരുന്നു? നർമ്മദാ നദിയിൽ സർദാർ സരോവർ പദ്ധതിക്കെതിരെ രൂപപ്പെട്ട പ്രസ്ഥാനമായിരുന്നു. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായി നിലകൊണ്ടു. നേതൃത്വം കൊടുത്തത് മേധാ പട്കർ. അടുത്ത ആളാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുതി പദ്ധതിക്കെതിരായ പ്രസ്ഥാനം. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുതി പദ്ധതിക്കെതിരായ പ്രസ്ഥാനമായിരുന്നു. മഴക്കാടും ജൈവവൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായി നിലകൊണ്ടു. മഴക്കാടും ജൈവവൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായി നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരെയുള്ള പ്രസ്ഥാനമായിരുന്നു. മഴക്കാടും ജൈവവൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായി നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി ഒരു ദേശീയ ഉദ്യാനമായി നിലവിൽ കൊണ്ടു. പരിസ്ഥിതി സംഘടനകളും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായി നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നിലവിൽ വന്നു. പരിസ്ഥിതിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളും പ്രഖ്യാപനങ്ങളും ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനങ്ങളുമെല്ലാം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാണ് 2002 ജൈവ വൈവിധ്യ നിയമം. 2002 ജൈവ വൈവിധ്യ നിയമം. 2006 പട്ടികവർഗക്കാരുടെയും മറ്റു പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. 2002 ജൈവ വൈവിധ്യ നിയമം. 2006 പട്ടികവർഗക്കാരുടെയും മറ്റു പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. ഇനി അടുത്തതായിരുന്നു കർഷക പ്രസ്ഥാനങ്ങൾ. അടുത്ത പ്രസ്ഥാനങ്ങളായിരുന്നു കർഷക പ്രസ്ഥാനങ്ങൾ. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നുവെങ്കിലും 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയത്തിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കി. ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിലുകളെയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിനെതിരെ ഉത്തർപ്രദേശിൽ രൂപപ്പെട്ട ഭാരതീയ കിസാൻ യൂണിയൻ BKU ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങളാക്കി നടത്തി. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കാർഷിക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ്. 2020-21 കാലഘട്ടത്തിൽ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. സമരത്തെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. അതാണ് കർഷക സമരം.
കർഷക പ്രസ്ഥാനങ്ങൾ എന്തായിരുന്നു? കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഹരിത വിപ്ലവത്തോടനുസരിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നുവെങ്കിലും 1980-കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയത്തിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കി. ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയെയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിനെതിരെ ഉത്തർപ്രദേശിൽ രൂപപ്പെട്ട ഭാരതീയ കിസാൻ യൂണിയൻ ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. BKU ഭാരതീയ കിസാൻ യൂണിയൻ എവിടെയാ? ഉത്തർപ്രദേശില്. മഹാരാഷ്ട്രയിലെ ഗേത്കാരി സംഘടനയും കർണാടകയിലെ റയത്ത സംഘവും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കർഷക മുന്നേറ്റങ്ങളാണ്. ഏതൊക്കെയാണ്? ഷേത്കാരി സംഘടനയും റയത സംഘവും. 2020-21 കാലഘട്ടത്തിൽ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾക്കെതിരെ സംരക്ഷിക്കപ്പെട്ട കർഷക സമരം ജനപങ്കാളിത്തം നേടിയിരുന്നു. സമരത്തെ തുടർന്ന് കർഷകരുടെ സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. അടുത്തതായിരുന്നു വിവരാവകാശത്തിനായുള്ള പ്രസ്ഥാനം. വിവരാവകാശത്തിനായുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വകാര്യതയും വിജയത്തിനും ഉദാഹരണമാണ്. 1990-ൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ MKSS എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹ്സിൽ എന്ന പിന്നോക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, ചെറിയ ഡാമുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന സംശയത്തിലായിരുന്നു ഇത്. MKSSന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനുള്ള ദേശീയ കൗൺസിൽ നാഷണൽ കൗൺസിൽ ഓഫ് പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2005-ല് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ വിവരാവകാശത്തിനായിട്ടുള്ള പ്രസ്ഥാനവും അത് പിന്തുടരുന്ന നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വകാര്യതയും വിജയത്തിന് ഉദാഹരണമാണ്. അപ്പം 1990-കളിലാണ് വിവരാവകാശത്തിനുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നത്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സങ്കേതനാണ് ആദ്യത്തെ വിവരാവകാശത്തിനുള്ള പ്രസ്ഥാനം. അതായത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ MKSS എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹ്സിൽ എന്ന പിന്നോക്ക പ്രദേശമായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. MKSSന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിൽ കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. ഈ പശ്ചാത്തലത്തിൽ 2005-ല് വിവരാവകാശ നിയമം നിലവിൽ വന്നു. 2005-ല് വിവരാവകാശ നിയമം നിലവിൽ വന്നു. എന്താണ് വിവരാവകാശ നിയമം നോക്കാം. വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005-ൽ ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12-ന് നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നത്. ഇത് പ്രകാരം വിവരങ്ങൾ 30 ദിവസങ്ങൾക്കുള്ളിൽ നൽകേണ്ടതുണ്ട്. ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യവും ഭീഷണിയായ കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിനും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും
വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നു. ജനാധിപത്യത്തിൽ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതിനാലും പൊതുകാര്യങ്ങളെ സംബന്ധിച്ച ആധികാരികമായ വിവരങ്ങൾ പൗരർക്ക് ലഭിക്കേണ്ടതുണ്ട്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം പാസ്സാക്കിയത് 2005 ഒക്ടോബർ 12-നാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പം സ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ വിവരാവകാശ നിയമം. ഇത് പ്രകാരം വിവരങ്ങൾ 30 ദിവസത്തിനുള്ളിൽ, നമ്മളൊരു ഹർജി കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ നമുക്കത് കിട്ടണം. അതാണ് ഇതിൻ്റെ കാലയളവ്. ഹർജിക്കാരൻ്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാകുന്ന കാര്യമാണെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണമെന്നുണ്ട്. അപ്പം വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിനും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറിനെ നിയമിച്ചിട്ടുണ്ട്. ഇത്രയാണ് വിവരാവകാശ നിയമത്തിൻ്റെ മെയിൻ. അടുത്തതാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യൻ ഭൂപ്രകൃതി. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, സംസ്കാരം, ജീവിത രീതി, മതം, വംശം തുടങ്ങിയവയെല്ലാം ഈ വൈവിധ്യം ദർശിക്കാൻ സാധിക്കും. ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉടലെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. ഉന്നയിക്കേണ്ട ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടന പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഇത്തരം ചില പ്രസ്ഥാനങ്ങളും അവയെ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെ സമീപിച്ചുവെന്നും നോക്കാം. പ്രാദേശിക പ്രസ്ഥാനങ്ങൾ എന്താ? ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനങ്ങളെ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭര പ്രസ്ഥാനങ്ങൾ, വിഘടന പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കാം. അപ്പം എങ്ങനെയാണ് ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ദ്രാവിഡ പ്രസ്ഥാനം. ആദ്യത്തേതാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ സംസ്കാരത്തിനു പോയി ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുന്നതും ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നു. വി രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപമെടുത്തത്. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി DMK മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. പിന്നീടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ദർശിക്കാൻ സാധിക്കും. ദ്രാവിഡ പ്രസ്ഥാനം എന്താണ്? ദ്രാവിഡ ജനതയ്ക്കെതിരെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിന് മേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുന്നത് ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. വി രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടുവന്നത്. ആരുടെയാണ്? വി രാമസ്വാമി നായ്ക്കരുടെ. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. പിന്നീട് അദ്ദേഹം അതാണ് DMK ആയി മാറിയത്. ശക്തമായ പ്രക്ഷോഭങ്ങളുടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. 1951 ശേഷം കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ.
അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസാം പ്രസ്ഥാനമാണ്. കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന പ്രസ്ഥാനമാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കുടിയേറ്റ പ്രസ്ഥാനങ്ങൾ. ഇതിൻ്റെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ പ്രസ്ഥാനമാണ് ആസാം പ്രസ്ഥാനം. ആസാം പ്രസ്ഥാനം കുടിയേറ്റത്തിനെതിരെ വിശേഷിപ്പിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ ആസാമിൽ നടന്ന പ്രക്ഷോഭമാണ് ആസാം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഏതാണ് ആസാം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? കുടിയേറ്റത്തിനെതിരെ വിശേഷിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ ആസാമിൽ നടന്ന പ്രക്ഷോഭമാണ് ആസാം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ആസാം സ്റ്റുഡൻസ് യൂണിയനാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് ആസാം സ്റ്റുഡൻസ് യൂണിയൻ. ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനിയന്ത്രിത കുടിയേറ്റം ആസാം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമാകുന്നുവെന്നും പ്രക്ഷോഭങ്ങൾ ആശങ്ക ഉന്നയിച്ചു. എന്താണ്? ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ആസാം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുന്നുവെന്നും പ്രക്ഷോഭകാരികൾ ആശങ്ക ഉന്നയിച്ചു. 1951 ശേഷം അനധികൃതമായി ആസാമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. വ്യാപകമായി ആക്രമണങ്ങളും സംഘർഷങ്ങളും സമയവും വഴിവെച്ചു. കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകാരുമായി 1985 ഒപ്പുവെച്ച കരാറും തുടർന്നുണ്ടായ ജനാധിപത്യ ഇടപെടലുകളും പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിച്ചു എന്നാണ് ആസാം പ്രസ്ഥാനം. അടുത്തതാണ് സ്വയംഭരണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ. രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണിവ. അതായത് രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണ് സ്വയംഭരണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ. ഇവ പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവം, ഭാഷാപരവും സാംസ്കാരികപരവുമായ പ്രത്യേകതകൾ, അസന്തുലിതമായ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വയംഭരണ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണിവ. പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവം, ഭാഷാപരവും സാംസ്കാരികമായ പ്രത്യേകതകൾ, അസന്തുലിതമായ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വയംഭരണ ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ഈ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രസ്ഥാനമായിരുന്നു ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. ഗൂർഖാലാൻഡ്. അതിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് പശ്ചിമ ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക. ഇതിന് പരിഹാരം കണ്ടത് 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. ഇപ്പോൾ ഗൂർഖാലാൻഡ് പ്രസ്ഥാനം
നേതൃത്വം കൊടുത്തത് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ഇതിൻ്റെ കാരണം പശ്ചിമ ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പരിഹാരം 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. അടുത്തതായിരുന്നു ജാർഖണ്ഡ് പ്രസ്ഥാനം. ജാർഖണ്ഡ് പ്രസ്ഥാനം നേതൃത്വം കൊടുത്തത് ജാർഖണ്ഡ് മുക്തി ചോർച്ച കാരണം ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചു. രണ്ടാമത്തെ പ്രസ്ഥാനം ഏതാ? ജാർഖണ്ഡ് പ്രസ്ഥാനം. ജാർഖണ്ഡ് മുക്തി ചോർച്ച നേതൃത്വം കൊടുത്തു. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു കാരണം. 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചു. ലാസ്റ്റത്തെയാണ് തെലുങ്കാന പ്രസ്ഥാനം. തെലുങ്കാന രാഷ്ട്രസമിതിയാണ് നേതൃത്വം കൊടുത്തത്. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. 2014 തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്നു. 2014 തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ചു. ഒന്നാമത്തെ ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, 2 ജാർഖണ്ഡ് പ്രസ്ഥാനം, 3 തെലുങ്കാന പ്രസ്ഥാനം. അടുത്തതാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആരാ നേതൃത്വം നൽകിയത്? സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗം. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി സായുധ മാർഗമായിരുന്നു ഇവർ സ്വീകരിച്ചത്. ഇവരുടെ ലക്ഷ്യം പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. സ്വീകരിച്ച മാർഗം സായുധ മാർഗമാണ്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ കലാപരിപാടികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റി. സുവർണ ക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ച ചെയ്തു. ഇതിനെ തുടർന്ന് പ്രധാനമായി ഇന്ദിരാഗാന്ധി തൻ്റെ 2 സിഖ് അംഗസംരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ചർക്കത്ത് സിംഗും ലോഗോവാളും ചേർന്ന് 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായത്. തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടികളിലൂടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായി അവസാനിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്താണ് ഖാലിസ്ഥാൻ? സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്നു നേതൃത്വം നൽകിയതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ്? സുവർണ ക്ഷേത്രത്തിൽ കടന്നുകൂടിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ അമർച്ച ചെയ്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നാണ് 1984 സുവർണ ക്ഷേത്രത്തിൽ കടന്നുകൂടിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ അമർച്ച ചെയ്ത സൈനിക നടപടി. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 2 സിഖുകാരാൽ കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പുറപ്പെട്ടു. പക്ഷേ അതിൽ കുറേ പാവപ്പെട്ട സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ചരക്കത്ത് സിംഗ് ലോഗോവാളും ചേർന്ന് 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് സ്ഥിതികൾക്ക് മാറ്റം ഉണ്ടായത്. അടുത്തതാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഭരണഘടനയുടെ അനുച്ഛേദം
370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഭരണഘടനയുടെ അനുച്ഛേദം 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇവർ നടത്തിയ സായുധ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുകയും ഉണ്ടായി. സമാധാന ചർച്ചകളുടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളുടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ജമ്മു കാശ്മീരിന് അനുവദിച്ച അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസാക്കുകയും ചെയ്തു. ഇതുപ്രകാരം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തുമാറ്റുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്ര പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണ് അത് എടുത്തു കളഞ്ഞത്? ജമ്മു കാശ്മീരിന് അനുവദിച്ച അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. അടുത്തതാണ് വടക്ക് കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. വടക്ക് കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എന്നതുപോലെ വടക്ക് കിഴക്കൻ മേഖലകളിലും വിഘടന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. 2 എണ്ണമാണ് പ്രസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ പ്രസ്ഥാനങ്ങൾ. മീസോ നാഷണൽ ഫ്രണ്ട് MNF-ഉം നാഗ നാഷണൽ കൗൺസിലും. മീസോ നാഷണൽ ഫ്രണ്ടും നാഗ നാഷണൽ കൗൺസിലും. മീസോ നാഷണൽ ഫ്രണ്ട് ലാം ഡെംകെ, നേതാവ് ലാം ഡെംകെ ആയിരുന്നു. മീസോ ഗോത്രവർഗക്കാർക്കായി പ്രത്യേക രാജ്യം. ആവശ്യം മീസോ ഗോത്രവർഗക്കാർക്കായി പ്രത്യേക രാജ്യം. അതിന് പരിഹാരം കണ്ടത് 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളുടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു. നാഗ നാഷണൽ കൗൺസിൽ, അതിന് നേതാവ് അങ്കോമി സഫു ഫിസോയാണ്. നാഗപ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയം ഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം ഇവയായിരുന്നു ആവശ്യം. നാഗാപ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയം ഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം. 2015 നാഗ സമാധാന കരാർ ഒപ്പുവെച്ചു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റ് ചില വെല്ലുവിളികളും പോലെ ബാക്കി പാഷൻസ് 3ാമത്തെ പാർട്ടിൽ എന്ത് ചെയ്യാം. ഇത് വലിയ ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ 50 മിനിറ്റോളം വന്നു, ഇതിപ്പോൾ 3/4 മണിക്കൂറോളം വന്നു. ഇനിയിപ്പം കുറച്ചുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും വരില്ല, അരമണിക്കൂറും കൊണ്ട് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ എടുത്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വ്യൂസ് കയറിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എനിക്കെന്തോ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അതോ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. ആരും കമൻറ്റ് ഇടുന്നില്ല. വ്യൂസും ആണെങ്കിലും കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറവായിരുന്നു. എൻ്റെ ക്ലാസ് ഫുള്ളില്ലെങ്കിൽ അതാണെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തണേ. പരിപാടി നിർത്തി പോകാമല്ലോ പുറത്തിട്ട്. ആർക്കും വ്യൂസ് കയറുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തോ 2 ദിവസമായിട്ട് വ്യൂസ് ആരും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.